ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ പാടിപ്പോവുകയും ചെയ്യുന്നു. സർവ്വം അജ്ഞാതമായി തീരുന്നു. പിതാവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേക്കും കർത്താവേ സ്തുത്യർഹമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തെ ആശ്രയമഖിലമണേ യോഗ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശികളാകുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്ത ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രതിഫലമേകും പ്രാർത്ഥിപ്പതിനായി പരിപാലനമായി ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ ലഭിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമേലാത്തോ ഉന്നതമോശ്രേ പ്രാപിപ്പവിനായി. നീ എന്നും നിലനിൽക്കുന്നു. ഓർമ്മയും നീ ക്ഷണപുരമാം ലോകവും അതിലെ ജടികാശകളും അക്ഷയരാജി നശിക്കും. ലോകവിധന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരം കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്നവരുടെ നയിക്കണമേ ശാന്തി മകളെ പൊയ്ക്കൊള്ളുക. പാപത്തിനു ഞാൻ അത് തിന്നും.
മനഭൂമിയും ഒക്കെ ഒത്തിരിയേറെ യുദ്ധം ചെയ്ത് ഈ പ്രിയപ്പെട്ട 8 മക്കൾക്ക് ജന്മം നൽകി തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ പ്രിയപ്പെട്ട അമ്മ ചെയ്യുന്ന തൻ്റെ ഈ ലോകത്തിലെ യാത്ര അവസാനിപ്പിക്കുകയും പ്രിയപ്പെട്ട മക്കൾക്കൊക്കെ ഒത്തിരി അഭിമാനിക്കാം. 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ്. നമ്മുടെ സ്വർഗത്തിൽ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ ഞങ്ങളിടം നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ഘോഷിക്കുവിൻ സർവ്വേശാനേ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമത്യൻ പരിശുദ്ധൻ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പറഞ്ഞുകൊണ്ട് അവരെ ശുദ്ധീകരിച്ച കർത്താവേ, നിന്നെ അനുഗ്രഹിക്കാൻ മനുഷ്യരെ ശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗ്ഗത്തിലെ സ്തുതിക്കുവാനുള്ള പിതാവിനെ ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നതുമായ കർത്താവേ, നിന്നെ ആരാധിക്കുകയും ചെയ്യും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും. സംഗീതം നിന്നെ വിളിക്കട്ടെ മഗ്ദലമറിയമൊരുവൻ മഹിമദ്യുതിയോടെ മക്കളയോടും കൂടി കടസിയിലുത്താൻ നിതനാൻ മഹിമരുളട്ടെ കർത്താവകേശം. കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടും പുനരുത്ഥാനം വരുമല്ലോ മരണമുറത്തും സമയമാണ്.
മക്കളെല്ലാവരെയും പോലും ദൈവകാരം പ്രവർത്തിക്കാം. ദേവാലയത്തിലെ ശേഷം കെട്ടിയടച്ച് താമസിക്കുന്നതിലേക്ക് പോകുന്നത് അതുകൊണ്ട് ദൈവോദ്ധാരം പ്രധാനങ്ങളൊക്കെ പള്ളിക്കാവ് വെച്ച് തന്നെ ദൈവോദ്ധാരം പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുന്നു. പരിശുദ്ധാത്മാവുമായി സർവേശ്വരം എന്നേക്കും ജീവിക്കുന്നവരെ മഹിമയോടെ ജീവനെ മരണത്തെ പരിശുദ്ധാത്മാവുമായി സർവേശ്വരം എന്നേക്കും അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.